ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ പോലീസ് വന്ന കാര്യം അലീന ചെന്ന് കൊച്ചിനോട് പറയാം. അപ്പോൾ കൃഷ്ണൻ ചോദിച്ചു, അയ്യോ എന്തിനാ ചേച്ചി പോലീസ് വന്നേ? എനിക്ക് അറിയില്ലല്ലോ മോളെ എന്ന് പറഞ്ഞു. നീ പേടിക്കൊന്നും വേണ്ട, ഇവിടെ ആരും ഇല്ലല്ലോ ചേച്ചി, സാരമില്ല നമുക്ക് നോക്കാം എന്നും പറഞ്ഞിട്ട് ചെന്നു. അലീന ഗേറ്റ് തുറക്കുന്നു. പോലീസ് ജീപ്പ് അകത്തേക്ക് കയറി. അപ്പോൾ എന്താടി ഗേറ്റ് തുറക്കാൻ ഇത്തിരി താമസം എന്നിങ്ങനെ ഈ SI നമ്മുടെ അലീനയോട് ചോദിക്കുമ്പോൾ, അത് അകത്തുനിന്ന് ഇറങ്ങി വരണ്ടേ സാറേ എന്ന് അലീന ചോദിക്കാം. എത്ര നേരമായി ഹോൺ അടിക്കാൻ തുടങ്ങിയിട്ടെന്ന് അയാൾ ചോദിക്കുക. അപ്പം ഒന്നാമത് ഇവിടെ ആണുങ്ങളാരും ഇല്ലയെന്ന് അലീന പറഞ്ഞു. ഞങ്ങൾ പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ SI ഒന്ന് ചിരിച്ചു. പിന്നെ ഗേറ്റിന് പുറത്ത് പോലീസാണോ അല്ലയോ എന്ന് ജനലിൽ കൂടെ നോക്കുമ്പോൾ ക്ലിയർ അല്ലായിരുന്നു. അതെന്താ നീ ജനലിൽ കൂടെ നോക്കുന്നേ? വാതിൽ തുറന്ന് ഇറങ്ങി വന്ന് നോക്കണ്ടേടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അലീനയോട് മോശമായി സംസാരിക്കാം. ഞങ്ങൾ പെൺകുട്ടികൾ മാത്രമേ ഇവിടെ ഉള്ളൂ സാറേ, എന്നെ വിശ്വസിച്ച് ഞങ്ങൾ വാതിൽ ഓർക്കുന്നതെന്ന് ചോദിച്ചു. അന്നേരം ഇവിടുത്തെ ആമ്പിള്ളേർ പീഡിപ്പിക്കാൻ പോയപ്പോൾ ലോക്കപ്പിലാണല്ലോ അല്ലേ എന്നൊക്കെ ഇങ്ങനെ അലീനയോട് പിന്നെ പറയുകയാണ് ഇയാൾ. അപ്പോൾ എന്താടി നീ ഒന്നും മിണ്ടാത്തേ എന്നിങ്ങനെ അലീനയോട് ചോദിച്ചു. അപ്പോൾ അലീന ഒന്നും മിണ്ടിയില്ല. സാറ് തന്നെയല്ലേ വന്ന് പിടിച്ചുകൊണ്ട് പോയതെന്ന് അലീന അന്നേരം ചോദിക്കാം. ഞങ്ങൾക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യണമെന്ന് പറഞ്ഞു, ചില തൊണ്ടി സാധനങ്ങൾ കണ്ടെടുക്കാനുണ്ടെന്ന് പറഞ്ഞു. അന്നേരം സാർ ഞങ്ങൾ പെൺകുട്ടികൾ മാത്രമേ വീട്ടിലുള്ളൂ എന്ന് പറയുമ്പം അത് സാരമില്ല, വനിതാ പോലീസ് ഉണ്ടല്ലോ നീ SI പറഞ്ഞു കേട്ടോ, ബാ അങ്ങോട്ടോ എന്നും പറഞ്ഞിട്ട് എന്നിട്ട് ഇവരകത്തേക്ക് ചെല്ലുന്നു. വീട് മുഴുവൻ പരിശോധിക്കാൻ നോക്കുക. അപ്പോൾ കൃഷ്ണ അങ്ങോട്ടേക്ക് വന്നു. കൃഷ്ണ വന്നു കഴിഞ്ഞപ്പോൾ രോഹിത്തിൻ്റെ റൂം എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ മുകളിലാണ് സാർ എന്ന് പറഞ്ഞു അലീന. മുകളിൽ നിന്ന് വെച്ചാൽ എവിടെയാ, ആകാശത്താണോ എന്ന് ചോദിക്കുമ്പോൾ അപ്സ്റ്റെയറിലാണെന്ന് അലീന പറയുകയാണ്. എത്ര റൂമുണ്ട് മുകളിൽ? അപ്പോൾ 3 റൂമുണ്ടെന്ന് പറഞ്ഞു. അതിലേതാണ് രോഹിത്തിൻ്റെ റൂമെന്ന് ചോദിക്കുമ്പം 2ാമത്തെ ആണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ റൂം നമ്പർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്പറൊന്നുമില്ല സാർ. പിന്നെ എങ്ങനെ ഞങ്ങൾ മനസ്സിലാക്കും 2ാമത്തെ മുറി ഏതാണെന്ന് എന്ന് അയാളിങ്ങനെ അലീനയോട് ചോദിക്കുക. അപ്പോൾ അലീന ഇങ്ങനെ കൃഷ്ണയെ നോക്കുക കേട്ടോ, ഇയാൾക്കുടെ ഒരു മാതിരി ചോദ്യം കേട്ടിട്ട്. ഇവള് ബാലചന്ദ്രമേനോൻ്റെ മോളല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതേന്ന് പറഞ്ഞു. ഇവളെയും കൂട്ടി മുകളിൽ ചെന്ന് രോഹിത്തിൻ്റെ റൂമൊന്ന് സെർച്ച് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ പോകാൻ സാറെന്ന് അലീന പറഞ്ഞു. നീ പോകണ്ട, അവർ പോയി നോക്കിക്കോളൂ എന്നും പറഞ്ഞ് പോവുക. അപ്പോൾ എല്ലായിടും അരിച്ചു പുറക്കി പരിശോധിക്കാൻ അടുത്ത ആളോട് പറഞ്ഞു. അങ്ങനെ എല്ലാവരും പരിശോധിക്കാനായിട്ട് പോകും. അപ്പോൾ ഇയാൾ അലീനയുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അലീനയ്ക്ക് ടെൻഷനുണ്ട് കേട്ടോ. അന്നേരം അലീന ഇയാളിങ്ങനെ രൂക്ഷമായി നോക്കി. നീ ഈ കുടുംബത്തിലെ അംഗം അല്ലല്ലോ, നീ ഏത് ഓർഫണേജിൽ നിന്ന് വന്നതല്ലേ എന്ന് അലീനയോട് SI ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു അലീന. നിന്നെ വീട്ടുജോലിക്ക് എടുത്തതല്ലേ ഇവിടെ എന്നിങ്ങനെ അലീനയോട് ചോദിക്കുമ്പം അതേന്ന് അലീന പറഞ്ഞു. ഇവിടുത്തെ പ്രായം ചെന്ന ഒരു സ്ത്രീയെ നോക്കാനല്ലേ നിന്നെ കൊണ്ടുവന്നത്? അതേന്ന് പറഞ്ഞു. പിന്നെ നിന്നെ ഈ വീട്ടിലുള്ള ആരെങ്കിലും ലൈംഗികമായി ഉപദ്രവിച്ചിട്ടുണ്ടോ എന്ന് ഈ SI അലീനയോട് ചോദിക്കുക. അപ്പോൾ അലീന ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഇയാളാണെങ്കിൽ അലീനയോട് നിന്നോടാ ഞാൻ ചോദിച്ചത്. അപ്പോൾ അലീനയ്ക്ക് ടെൻഷനായി, പേടിയായി. അയാൾ ചോദിച്ചത് എന്താടി നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. സെക്ഷൽ ഹറാസ്മെൻറ്റ്, അതായത് ലൈംഗിക ചൂഷണം നേരിടേണ്ടി വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് ചോദിച്ചതെന്ന് പറയുമ്പം ഇല്ല സാറെന്ന് അലീന പറഞ്ഞു. അപ്പം പോലീസിന് അത് വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് എന്നിങ്ങനെ പറയാം. നിങ്ങൾ സ്റ്റേഷനിലേക്ക് വരേണ്ടി വരും എന്ന് പറഞ്ഞപ്പം ഞാനെന്തിനാ പോലീസ് സ്റ്റേഷനിലോട്ട് വരുന്നതെന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ട് എന്ന് ഇയാൾ അലീനയോട് പറയാം. അപ്പോൾ സാറെന്തിനാ ദേഷ്യപ്പെടുന്നേ? ഞാനെന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്ന് ചോദിച്ചു അലീന. അപ്പോൾ ചോദ്യം ചോദിച്ചാൽ നിനക്കെന്താ മറുപടി പറയാൻ ഇത്ര മടി എന്നിങ്ങനെ അലീനയോട് ചോദിക്കുമ്പം ഏത് ചോദ്യത്തിനാണ് ഞാൻ മറുപടി പറയാത്തത് എന്ന് അലീന അന്നേരം ചോദിച്ചു. അപ്പോഴേക്കും കൃഷ്ണയും ബാക്കി പോലീസുകാരും ഇറങ്ങി വന്നു. അവിടെ നിന്നൊന്നും കിട്ടിയില്ല സാർ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കൃഷ്ണ ഓടി വന്ന് അലീന ഇങ്ങനെ ചേർത്ത് പിടിക്കുക. മയക്കുമരുന്നോ അങ്ങനെ എന്തെങ്കിലും ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പം ബാടി നടക്ക് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ വനിതാ പോലീസുകാരി അലീനയുടെ കയ്യിൽ പിടിച്ചു. അപ്പോൾ അലീന പറഞ്ഞു കയ്യിലൊന്നും പിടിക്കണ്ട, എനിക്ക് അറിയാൻ വരാൻ, അപ്പോൾ നടക്കടി എന്ന് പറഞ്ഞുകൊണ്ട് അലീനയോട് വളരെ മോശമായി സംസാരിക്കുക അവർ. കൃഷ്ണയ്ക്ക് പേടിയായി. അപ്പോൾ ചേച്ചി എന്തിനാ പോലീസ് കൊണ്ടുപോകണമെന്ന് കൃഷ്ണ ചോദിക്കുമ്പോൾ മോള് പേടിക്കണ്ട, നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും ഞാൻ പോയിട്ട് വരാം മോളെ, നീ വാതിൽ അടച്ചിരുന്നോളാനും അലീന കൃഷ്ണയോട് പറയാം. ചേച്ചി എപ്പോൾ വരുമെന്ന് കൃഷ്ണ ചോദിച്ചു. ഞാൻ ആരെ വിളിച്ചു പറയണ്ടേ? അത് പിന്നെ ആരോടും പറയണ്ടെന്ന് പറഞ്ഞു. പിന്നെ പ്രത്യേകിച്ച് അച്ഛനെ ഒന്നും അറിയിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. ധൈര്യമായിട്ടിരിക്കെ എന്നും പറഞ്ഞുകൊണ്ട് അലീന അവരുടെ കൂടെ അങ്ങ് പോവുക. കൃഷ്ണയോട് വാതിൽ അടയ്ക്കാനും പറഞ്ഞു. കൃഷ്ണ വാതിലും അടച്ചു. അലീനയും കൊണ്ട് അവരങ്ങ് പോവുക. ഈ സമയത്ത് നമ്മുടെ രേവതിക്കുട്ടി അവിടെ ഫോണിൽ പടമൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് കറിക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ രേവതി ചേച്ചി എന്നൊന്നും വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു രേവതിക്കുട്ടി ഇങ്ങനെ ഫോൺ എടുത്ത് അലീനയുടെ നമ്പറിലേക്ക് വിളിക്കുക. അപ്പോൾ വേഗം ഹലോ ചേച്ചി, ഇന്നത്തെ വിശേഷം എന്തൊക്കെയാണ്, എല്ലാം വിസ്തരിച്ച് കേൾക്കട്ടെ എന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ അലീന ചേച്ചിയല്ല, ഞാൻ കൃഷ്ണജി ആണെന്ന് പറഞ്ഞു. കൃഷ്ണമോളെ, അയ്യോ ദേ
അലീന ചേച്ചി എന്തിയാ മോളേന്ന് ചോദിച്ചു. അപ്പോൾ അലീന ചേച്ചി ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. അലീന ചേച്ചി പോലീസ് പിടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞു. മോൾ കളിയാക്കാൻ പറഞ്ഞാണോ അതോ ശരിക്കും പറഞ്ഞാണോ? സത്യ ചേച്ചി. അപ്പോൾ ചേച്ചിയെ പോലീസുകാർ ജീപ്പിൽ കയറ്റിക്കൊണ്ട് പോയെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചീനെ എന്തിനാ അവർ കൊണ്ടുപോയേ? ചേച്ചീനെ എന്തോ ചോദ്യം ചെയ്യണമെന്നാണ് പറഞ്ഞത്. അലീന ചേച്ചി എന്തിനാ പോലീസ് ചോദ്യം ചെയ്യുന്നത്? ചേച്ചി വല്ല കുറ്റവും ചെയ്തോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കട്ടോ. അലീന ചേച്ചി കുറ്റമൊന്നും ചെയ്തിട്ടില്ല, പിന്നെ ഇവിടെ വേറെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി എന്ന് കൃഷ്ണ ഇങ്ങനെ പറയാം. അലീന ചേച്ചി ഒന്നും പറഞ്ഞില്ലായിരുന്നു എന്ന് ചോദിച്ചു. ഇല്ല, ഒന്നും പറഞ്ഞില്ല. അപ്പോൾ എന്താ മോളെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനൊന്നും പറയാതിരുന്നിട്ടും കാര്യമില്ല, നിങ്ങളൊക്കെ പത്രം വായിച്ചു ന്യൂസ് ചാനൽ കണ്ടൊക്കെ കാര്യങ്ങൾ അറിയുമെന്നും പറഞ്ഞുകൊണ്ട് എല്ലാ വിവരങ്ങളും പറയുവാണ്. അപ്പോൾ ഇതുപോലൊരു സംഭവം ഇവിടെ ഉണ്ടായെന്നും പറയാം. അങ്ങനെ ചെയ്ത കാര്യങ്ങൾ മുഴുവൻ കൃഷ്ണ ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോഴത്തേക്കും രേവതിക്കുട്ടി അന്തം വിട്ട് പോവുക. അപ്പോൾ അന്ന് ചേച്ചിക്ക് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ടല്ലോ, അതിൻ്റെ വിവരം ചോദിക്കാനായിരിക്കും പോലീസ് വിളിച്ചുകൊണ്ട് പോയിരിക്കുന്നതെന്നുള്ള കാര്യം പറയാം. എന്നാലും ഒരു പെണ്ണിനെ അങ്ങനെ വിളിച്ചുകൊണ്ട് പോവുക പോലീസുകാർ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം. കൃഷ്ണമോളുടെ അച്ഛനില്ലേ അവിടെ? അപ്പോൾ അച്ഛൻ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു. അത് ഈ രാവിലെ പോലീസ് വന്ന രോഹിണിനെ ഓടിച്ചിട്ട് പിടിച്ചിട്ട് അടിക്കുന്നത് കണ്ടപ്പോൾ അച്ഛൻ കുഴഞ്ഞു വീണതാണെന്നുള്ള കാര്യം കൃഷ്ണ ഇങ്ങനെ പറയുക കേട്ടോ. പിന്നെ അപ്പം തന്നെ അലീന ചേച്ചി ആംബുലൻസ് വിളിച്ച് അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നും പറഞ്ഞു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് ദേ പോലീസ് പിന്നെയും വന്നതും അലീന ചേച്ചിയെ കൊണ്ടുപോയതും. ഇപ്പം വീട്ടിൽ എന്നിട്ട് ആരൊക്കെയുണ്ട്? ഇപ്പം ഞാനും ബബിതേച്ചി മാത്രമാണെന്ന് കൃഷ്ണമോള് പറഞ്ഞു. ദേ അലീന ചേച്ചി ഇന്ന് വരുമായിരിക്കും അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം ഞാനേ അങ്കിളിനോടും ആൻറ്റിയോടും ഒന്ന് സംസാരിച്ച് നോക്കട്ടെ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോയെന്ന്. ശരിയെന്ന് പറഞ്ഞു. അലീന ചേച്ചിക്ക് എന്തെങ്കിലും പറ്റുമോ? എനിക്കറിയത്തില്ല ചേച്ചി എന്ത് ചെയ്യണമെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ഇത് പറഞ്ഞ് കൃഷ്ണ. അപ്പം നിങ്ങൾക്ക് നല്ല പിടിപാടുള്ള ബന്ധുക്കളൊന്നും അവിടെ ഇല്ല മോളെ, അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടെ ചേച്ചി എന്നിങ്ങനെ കൃഷ്ണ പറയുക കേട്ടോ. അപ്പോൾ എന്നാൽ മോള് ഫോൺ വെച്ചോ, ഞാൻ വിളിക്കാം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോഴത്തേക്കും ഓടി ഈ അവരുടെ രണ്ടുപേരുടെ അടുത്ത് മാമച്ചായൻ്റെ ഒക്കെ അടുത്തേക്ക് നമ്മുടെ രേവതിക്കുട്ടി. എന്താടി നീ ചോദിച്ചു. അലീന ചേച്ചി പോലീസ് പിടിച്ചുകൊണ്ട് പോയെന്ന്. പോലീസ് പിടിച്ചുകൊണ്ട് പോയെന്നോ? എന്താ നീ പറഞ്ഞേ? എന്നതാ കാര്യം? അലീന എന്തിനാ പോലീസ് പിടിച്ചുകൊണ്ട് പോണേ? നിന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞേ? അതൊക്കെ ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞായിരിക്കും. അല്ല അങ്കിളെ, അലീന ചേച്ചി അല്ല ഫോൺ എടുത്തത്, കൃഷ്ണത്തെ എന്ന് പറഞ്ഞ കൊച്ചില്ലേ ബാലചന്ദ്രൻ അങ്കിളുടെ ഇളയ മോള്, അവളാ ഫോൺ എടുത്തേ. അലീന ചേച്ചി എന്തിയെന്ന് ചോദിച്ചപ്പോൾ എന്നോട് അവൾ പറയാ ഇപ്പം പോലീസ് പിടിച്ചുകൊണ്ട് പോയതേ ഉള്ളൂ, 2 മിനിറ്റ് പോലും ആയിട്ടില്ല എന്ന്. അവൾ നിന്നെ കളിയാക്കിയതായിരിക്കും എന്ന് പറഞ്ഞപ്പം അല്ല അങ്കിളെ, അവിടെ ഭയങ്കര സംഭവങ്ങളൊക്കെ ഉണ്ടായെന്നാണ് പറഞ്ഞത്. പോലീസ് പിടിച്ചെന്ന് പറഞ്ഞത് സത്യമാണോ? നിനക്ക് ബോധ്യപ്പെട്ടോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പം ചേച്ചി എങ്ങനെയെങ്കിലും രക്ഷിക്കണം അങ്കിളെ, ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പം എടിയോ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാടി പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നതെന്ന് മാമച്ചായൻ ചോദിച്ചു. എൻ്റെ അങ്കിളെ ഞാനൊന്ന് പറയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി ദേഷ്യപ്പെട്ടു. തോക്കി കയറിയെന്ന് വെടിവെക്കരുതെന്നും പറഞ്ഞു. അപ്പോൾ പട്ടാളത്തിൽ അങ്കിൾ ഇങ്ങനെ തന്നെ ആയിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്ന് പറഞ്ഞിരിക്കുക മാമച്ചായ അവൾ പറയട്ടെ ദേ എന്നും പറഞ്ഞുകൊണ്ട് അന്നേരത്തേക്കും ഗ്രേസമ്മ പോലീസ് വന്നാൽ ഇപ്പോൾ കൊണ്ടുപോയതേ ഉള്ളൂ എന്ന് പറഞ്ഞത് സത്യം തന്നെയാണെന്ന കാര്യം പറഞ്ഞു. എടി കാര്യം നീ പറ, അത് സത്യമാണെങ്കിൽ പിന്നെ അവിടെ വേറെ ആൾക്കാരില്ലേ? ബാലചന്ദ്ര മേനോനില്ലേ? അല്ലെങ്കിൽ മനുശങ്കറില്ലേ അവിടെ? അപ്പോൾ ഇത് അങ്ങനെയൊന്നും അല്ല ആൻറ്റി എന്ന് പറഞ്ഞു ഈ രേവതിക്കുട്ടി. രോഹിത് എന്ന് പറയുന്ന കാലമാടനുണ്ടല്ലോ, അവൻ അലീന ചേച്ചി ഉപദ്രവിക്കാൻ ശ്രമിച്ചവൻ, അവനെ രാവിലെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തായിരുന്നു എന്ന് പറഞ്ഞു. അവനും ഹരിശങ്കർ എന്ന് പറയുന്ന ഒരുത്തനും ഉണ്ട്, കൊല്ലപ്പള്ളി വീട്ടിലെ കമലമ്മയുടെ സൽപുത്രൻ. അവർ 2 കൂട്ടുകാരും കൂടെ ചേർന്ന് ഒരു പെണ്ണിനെ പീഡിപ്പിച്ചെന്ന്. അയ്യോ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നീ എന്നതാടി ഈ പറയുന്നതെന്ന് മാമച്ചാൻ ചോദിച്ചു. നടന്ന കാര്യമല്ലോ ആണോ ഇത്? അതേന്നേ, എന്നോടിപ്പോൾ കൃഷ്ണജിയാ പറഞ്ഞത്. എന്നിട്ട് അവരെ എല്ലാം ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. അപ്പോൾ രോഹിത്തിനെ അറസ്റ്റ് ചെയ്തോ എന്ന് ഗ്രേസമ്മ ചോദിച്ചു. ചെയ്തെന്നാ പറഞ്ഞേ. പിന്നെ ഒരു കുറ്റം അതിൽ പറയാനില്ല. അവനല്ലേ അലീനെ മയക്കുമരുന്ന് കുടിപ്പിച്ചിട്ടേ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചത് എന്നിങ്ങനെ ഗ്രേസമ്മ ചോദിക്കുക. അപ്പോൾ മാമച്ചാനും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. അന്നോ മറ്റവനുണ്ടായിരുന്നല്ലോ കൊല്ലപ്പള്ളിക്കാരൻ ഇല്ലേ, അവന്മാർക്കേ അങ്ങനെ തന്നെ വേണം എന്നും പറഞ്ഞുകൊണ്ട് ഗ്രേസമ്മ ഇങ്ങനെ പറയുക. അന്നേരം അലീന ചേച്ചിയെ പിന്നെ എന്തിനാ പോലീസ് പിടിച്ചുകൊണ്ട് പോയത് എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടായിരിക്കും, പോലീസല്ലേ, അപ്പോൾ അതിന് കൊണ്ടുപോയതായിരിക്കും. എന്തായാലും അവന്മാരുടെ കാര്യം പോക്ക. അവന്മാർ ചെയ്തു കൂട്ടിയത് മുഴുവനും പോലീസുകാർ പറയിപ്പിക്കും, അത് മുഴുവനും അവന്മാർ പുറത്ത് ചാടിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പോൾ അതെ, നീ അലീനയുടെ കാര്യം എന്താണെന്ന് പറ, അവൾ എന്ത് ചെയ്തിട്ടാണെന്ന് ചോദിക്കുമ്പോൾ അന്നത്തെ ആ ഒരു സംഭവത്തിൻ്റെ മൊഴിയെടുക്കാനായിട്ടേ പോലീസുകാർ വന്ന് കൊണ്ടുപോയത് അലീന ചേച്ചിയെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രേവതിക്കുട്ടി എല്ലാ വിവരങ്ങളും പറയുക.
അത് പിന്നെയും കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നോ എന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പോൾ അതിൻ്റെ കാര്യത്തിനാണ് കൃഷ്ണജി എന്നോട് പറഞ്ഞത്. ആ കൊച്ചാകെ പേടിച്ച് വരണ്ടിരിക്കുകയാണെന്നുള്ള കാര്യവും ഇങ്ങനെ പറഞ്ഞു. അതും ബബിതയും മാത്രം ഇപ്പോൾ വീട്ടിലുള്ളെന്നാണ് പറഞ്ഞത്. ബാക്കിയുള്ളവരൊക്കെ അവിടെ പോയെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ രാവിലെ വന്ന് പോലീസ് രോഹിത്തിനെ ഓടിച്ചിട്ടാണ് പിടിച്ചത്. അത് കണ്ട് നെഞ്ചുവേദന വന്ന് അദ്ദേഹത്തിനെ ഹോസ്പിറ്റലാക്കി. ഈ പീഡനം എന്നൊക്കെ പറയുന്നതേ നമുക്കൊന്ന് അടുക്കാൻ പറ്റുന്ന പ്രശ്നമല്ല എന്ന് പറയുമ്പം പീഡിപ്പിച്ചവരൊക്കെ ഏത് നരകത്തിൽ വേണമെങ്കിലും പോയിക്കോട്ടെ, അതല്ല അങ്കിളെ ചേച്ചിയെ പോലീസ് കൊണ്ടുപോയില്ലേ, അതൊന്നും അന്വേഷിക്കണ്ടേ എന്ന് ചോദിക്കുമ്പം അത് ചോദിക്കാനും വേണ്ടി പിടിച്ചുകൊണ്ട് പോയതായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ വിട്ടയച്ചോളൂ എന്ന് പറയാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും ചോദിക്കാനായിരുന്നെങ്കിൽ വീട്ടിൽ വെച്ച് ചോദിച്ചാൽ പോരായിരുന്നോ എന്ന് ചോദിച്ചു. പിന്നെ ചേച്ചി കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ രേവതിക്കുട്ടി പറഞ്ഞിട്ടപ്പോൾ അത് ശരിയാണെന്ന് ഇവർക്കും മനസ്സിലായി. വീട്ടിൽ വെച്ച് ചോദിക്കേണ്ട കാര്യമുള്ളൂ നീ പറഞ്ഞതുപോലെ, അഥവാ കൊണ്ടുപോയാൽ തന്നെ ഉടനെ വിട്ട് അയക്കുകയും വേണമെന്ന കാര്യം മാമച്ചായും പറയാം. അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇങ്ങനെ ഇതിപ്പോൾ നമുക്കൊന്നും അറിയാൻ നിവർത്തിയില്ലല്ലോ എന്ന് മാമച്ചാൻ ഇങ്ങനെ രേവതിക്കുട്ടിയോട് പറയുന്നു. പോലീസ് നോക്കുമ്പോൾ അലീന ചേച്ചി അവിടുത്തെ സെർവൻ്റ് അല്ലേ, ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്നുള്ളൊരു വിചാരം പോലീസിനും കാണുമായിരിക്കും എന്ന കാര്യമൊക്കെ പറയപ്പോൾ അത് ശരിയാണെന്നും ഗ്രേസമ്മയും പറഞ്ഞു. നീ ആ കേസിനകത്തോട്ട് കയറിയോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അത് എൻ്റെ ചേച്ചിയല്ലേ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്, എനിക്കങ്ങനെ ചുമ്മാ ഇരിക്കാൻ പറ്റുമോ? ദേ ഇവള് പറഞ്ഞതിൽ ലേശം കാര്യമുണ്ട് എന്ന കാര്യം ഇങ്ങനെ മാമച്ചായം പറയാം. നീ കുറച്ചുകൂടി കഴിഞ്ഞിട്ടേ അലീനയുടെ ഫോണിലേക്ക് ഒന്നുകൂടി വിളിച്ചു നോക്കാം കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞു മാമച്ചാൻ അവിടെ നിന്ന് പോയി. പോലീസുകാർ അലീനയും കൊണ്ട് പോകും. അപ്പോൾ സാറേ നമ്മൾ എങ്ങോട്ടാണ് ഇപ്പം നിന്നെ വെച്ച് രോഹിത് ബാലചന്ദ്രനും ഹരിശങ്കറും ഫോട്ടോ വല്ലതും എടുത്തിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പോൾ അലീന ഇങ്ങനെ ഇവരെയും നോക്കുന്നു. അപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു. അപ്പം നിൻ്റെ ഫോട്ടോസ് വല്ലതും അവരെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അലീന അന്തം വിട്ട് ഇങ്ങനെ നോക്കുക. ഇല്ല എന്ന് അലീന ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞു. അപ്പോൾ ഉണ്ടെന്നാണല്ലോടി അവർ രണ്ടുപേരും പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീനയെ അപമാനിക്കുക പോലീസുകാരികൾ. അതായത് ഇതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുക SI. അപ്പോൾ ഇല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് അലീന അന്നേരം പറഞ്ഞു. എങ്ങനെ വന്നു അവരുടെ കയ്യിൽ നിൻ്റെ ഫോട്ടോസ്? അപ്പോൾ എനിക്കറിയില്ല. അപ്പം നീ അറിയാതെ എങ്ങനെ നിന്റെ നഗ്നചിത്രം അവരുടെ മൊബൈലിൽ പകർത്തി എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊക്കെ കേട്ടപ്പം എനിക്കറിയില്ല എന്നാണ് ഞാൻ പറഞ്ഞതെന്ന് അലീന മാന്യമായി പറഞ്ഞു. അതിൻ്റെ അർത്ഥം എനിക്കറിയില്ലെന്ന് തന്നെയാണെന്ന് അലീന ദേഷ്യപ്പെട്ട സ്ത്രീയോട് പറയുന്നു. അപ്പോൾ ഇവള് പഠിച്ചവളാണല്ലോ, അപ്പോൾ സ്റ്റേഷനിലോട്ട് പോട്ടെ, ഇവളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കുക സാറേ എന്നും പറഞ്ഞുകൊണ്ട് ഈ പോലീസുകാർ ഇങ്ങനെ പറയുക. ഇതൊക്കെ കേട്ട് അലീന ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുന്നു. അലീനയും കൊണ്ട് ഇവർ പോലീസ് സ്റ്റേഷനിലോട്ട് ചെല്ലുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ടാറ്റാ.